ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പതിവ് വ്ലോഗുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളം ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമ്മുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ സീസണുകളെയൊക്കെ വെച്ച് ഇത്തവണത്തെ സീസൺ 7 വളരെ മോശം സീസണായിട്ടേ എനിക്ക് ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അഭിപ്രായമുള്ളൂ. കാരണം ആരും അതിലെ ഓരോ കണ്ടസ്റ്റൻസും പുതിയ ഒരു കണ്ടന്റ് പോലും നമുക്ക് തരുന്നില്ല. ആകെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ കിട്ടുന്ന ഒരൊറ്റ കണ്ടന്റ് ഈ കിച്ചൺ പ്രോബ്ലംസ് മാത്രമാണ്. ഫുഡ് കട്ടെടുക്കുന്നതും ഫുഡിൻ്റെ പേരുള്ള അടിയും ഇത് മാത്രമാണ്. പിന്നെ എന്നാലൊരു 50 ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് മാറ്റി പിടിക്കും എന്ന് വിചാരിച്ചപ്പോൾ അതാ കളി പിന്നീട് മാറുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും അത് മാത്രമേ ഉള്ളൂ ഇത്തവണത്തെ ബിഗ് ബോസിൽ ആകെ കൂടിയുള്ള ഒരു കണ്ടന്റ്. ഈ ഒരു സീസൺ തീരാറായപ്പോൾ ഒരു ചെറിയൊരു കണ്ടന്റ് കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വുമൺ കാർഡ്. നമുക്ക് ഈ ഒരു ഫേവറേറ്റ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഫേവറേറ്റ് ആൾ അല്ലെങ്കിൽ ഇന്ന ആൾ ജയിക്കുമെന്ന് ഈ ഒരു സീസണിൽ ഇതുവരെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നന്നായിട്ട് കളിച്ച് വരുമ്പോഴായിരിക്കും അടുത്ത ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കിനും നേരെ തലകുത്തി താഴെ വീഴുന്നത്. ഒന്നാമത്തേത് നെവിൻ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു ആദ്യ ഘട്ടങ്ങളിലൊക്കെ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് കൂടിയതാണോ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ആകെ ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഒരു ക്യാരക്ടർ പോയിക്കൊണ്ടിരുന്നത്. എൻ്റർടൈൻമെൻറ്റ് കൂടിക്കൂടി പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതിനെപ്പറ്റി പറയുവാണെങ്കിൽ അനു പുറത്തുനിന്ന് പോകുമ്പോൾ തന്നെ അനുവിന് നല്ലൊരു ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർ മാജിക് ആണെങ്കിലും മറ്റ് സീരിയലുകളിൽ അഭിനയിച്ചിട്ടാണെങ്കിലും നല്ലൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. അത് നല്ലൊരു ഫാൻ ബേസും നല്ലൊരു ക്യാരക്ടർ ആ ഒരു രീതിയിൽ തന്നെയാണ് അനുമോൾ അറിഞ്ഞിരുന്നതും. എന്നാൽ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ തന്നെ തുടർന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലെ വിന്നർ അനു തന്നെ ആയിരുന്നേനെ. ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു ക്യാരക്ടറിലൂടെ ഇങ്ങനെ ഈ ഒരു ഗെയിം കളിച്ച് പോകുന്ന കാരണം ബിഗ് ബോസ് വിന്നറാകാൻ ചാൻസ് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പുറത്ത് ഇത്രയും നല്ല ഫാൻ ബേസും പ്രേക്ഷക പിന്തുണയൊക്കെ ഉള്ള കാരണം താൻ അവിടെ എന്തോ കാണിച്ചാലും നല്ല പോസിറ്റീവ് ആയിരിക്കും ആൾക്കാർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നു വരില്ല. ഈ പുറമെ ഇപ്പോൾ അക്ബറിനോട് പറയുന്നതാണെങ്കിലും നീ പോയി കുളിക്കടാ, നിവിനോടാണെങ്കിലും അവരോടൊക്കെ ആണെങ്കിലും ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും എപ്പോഴും ഈ കുളിക്കടാ അല്ലെങ്കിൽ പല്ല് തേക്ക് എന്തൊക്കെയോ ഇങ്ങനെ വേണ്ടാത്ത മോശപ്പെട്ട വാക്കുകളും കൂടാതെ ഇതുപോലെ വുമൺ കാർഡും എന്താണെങ്കിലും ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയിൽ രണ്ട് കൂട്ടരും ഒന്നിച്ചുള്ള ഗെയിംസ് ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടെന്നറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ ഈ ഒരു ബിഗ് ബോസിലേക്ക് ഇനിയും അടുത്ത ബിഗ് ബോസിലോട്ട് പോലും അതൊക്കെ നോക്കിയും കണ്ടും അങ്ങനെയുള്ളവർ പോകരുത് ഒന്നുകിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ എടുക്കരുത്. ഈ വുമൺ കാർഡ് ഇറക്കുന്നതിൽ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നൂറയും ആദിലയും. ഇപ്പോഴായിട്ടാണ് അവർ ഈ നമ്മുടെ ഈ ഒരു ഷോ അവസാനിക്കാറായപ്പോഴാണ് ഈ ഒരു വുമൺ കാർഡ് ഇറക്കി തുടങ്ങിയേക്കുന്നത്. അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം അവർ വുമൺ കാർഡ് ഇറക്കും, അല്ലാത്തപ്പോൾ ഇല്ല. ഇങ്ങനെ പല നിലപാടുകളാണ് ഇവർ ഈ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ഈ ക്യാപ്റ്റൻസി ഇവർക്ക് 3 പേർക്കും, അക്ബർ, ആര്യൻ, നെവിൻ, ഇവർക്ക് 3 പേർക്കും കിട്ടിയപ്പോൾ 3 തരത്തിൽ അത് നല്ല എൻജോയ് ചെയ്ത് നല്ല സൂപ്പർ ആക്കാമായിരുന്നു അല്ലേ. പക്ഷെ അവർക്ക് ഇവർ 3 പേരും നൂറ, ആദില, അനു, ഇവർ 3 പേരും ടാർഗറ്റ് ചെയ്ത് ഇവരുടെ ക്യാപ്റ്റൻസി കുളമാക്കാനായിട്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയതാണ്. പോയ ആ പ്രശ്നത്തിൽ ഇവർ 3 പേരും വീണു എന്നുള്ളതാണ്. അതിനകത്തതിനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇവളുമാർ വുമൺ കാർഡും ഇറക്കുന്നുണ്ട്. അത് കാരണം അവർ ഒന്നും കൂടെ ഡൗൺ ആയിപ്പോയി. ആര്യനാണെങ്കിൽ ഗെയിം കളിക്കാൻ അറിയത്തില്ല, പക്ഷെ ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ ഒരൊറ്റ ഒരു ഗുണവേ ആര്യനിൽ കാണാനുള്ളൂ. അന്നത്തെ ആ ഒരു കിച്ചൺ പ്രശ്നത്തിൽ ഷാനവാസ് താഴെ വീണ് കിടന്നപ്പോഴും ആര്യൻ, അക്ബർ, നെവിൻ ഇവർ 3 പേരും ഇത് നാടകമാണെന്ന് പറഞ്ഞ് പിന്തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അവിടെ പ്രകടമായത് അവരുടെ ആ ഒരു മനസ്സും അവരുടെ ആ ഒരു സ്വഭാവമാണ്. ഷാനവാസ് താഴെ വീണ് കിടന്ന ആ ഒരു സമയത്ത് അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിവിൻ അന്ന് അടുത്ത് ചെല്ലുമായിരുന്നെങ്കിൽ അവിടെ നെവിൻ്റെ ആ ഒരു ക്യാരക്ടർ, നെവിൻ്റെ ആ ഒരു ഗ്രാഫ് മുകളിലോട്ട് പോയി. എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഷാനവാസ് വീണ് കിടന്ന ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷൻ കൂടുതലും മുതലെടുത്തത് അനു, ആദില, നൂറ തന്നെയാണ്. ബോസ് ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരൂ, ആരാണേലും അങ്ങനല്ലേ, ആരെങ്കിലും എന്തായാലും അത് അഭിനയമാട്ടെ എന്താണെങ്കിലും ഒരാൾ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. അതിനിടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനീഷാണ് എടുത്തുകൊണ്ട് കൺഫെഷൻ റൂമിലേക്ക് കൂടുതൽ മുൻകൈ എടുത്ത് കൊണ്ടുപോയത്. പിന്നെ നെവിൻ ഷാനവാസിനോട് ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റ് ലാലേട്ടൻ ഈ വീക്കെൻഡ് വരുമ്പോൾ മിക്കവാറും കൊടുക്കും. എന്താണേലും കൂടുതലായിട്ടൊന്നും കൊടുക്കാനില്ല, പുറത്താക്കുക തന്നെ വേണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഷാനവാസ് നല്ല പൂർവാധികം ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാബുമാനെ പറ്റി പറഞ്ഞില്ലല്ലോ. നമ്മുടെ സാബുമാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ പറ്റിയും
അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻറ്റിനെ പറ്റിയും അവരുടെ ഗെയിമിനെ പറ്റിയൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ സമയത്ത് നമ്മൾ സാബുമാനെ ഇഷ്ടപ്പെട്ട് വന്ന് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ചെറിയ രീതിയിലാണല്ലോ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ സാബുമാൻ്റെ ഗ്രാഫ് ഇപ്പം ടോപ്പ് 5 കേട്ടാൽ ഓർക്കും ടോപ്പ് 5 വരെ എത്തത്തില്ലെന്ന്. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെയാണ് ഗെയിം പോകുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നു പോകുന്നതെങ്കിൽ മിക്കവാറും ആ ട്രോഫി നമ്മുടെ സാബുമാൻ്റെ കയ്യിൽ. അനീഷാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഈ കിച്ചണിൽ 2 രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഒന്ന് ഈ നൂറ, ആദില, അനു, ഇപ്പുറത്ത് അക്ബർ, ഇത് ആര്യൻ, നെവിൻ, സാബുമാൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള ആ ഒരു കുക്കിങ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പം അനീഷ് ഒരു അഭിപ്രായം അവിടെ പറയുന്നുണ്ട്. ഒന്നിച്ചിരുന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈഗോ സമ്മതി. നമ്മുടെ ഈ ടിക്കറ്റ് ടു ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, കാറിൽ എല്ലാവരും പോയിരുന്നുള്ള ടാസ്ക്. അതിൽ അനീഷിനോട് നൂറെ ആര്യനോട് ഒന്നിച്ച് ചെയ്ത ഒരു ചെറിയ എന്താ പറയുക, അനീഷ് തന്നെ പറയുന്നുണ്ട് ഒരു വളരെ ചീപ്പാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു പ്രവൃത്തി വളരെ മോശമായിരുന്നു. എത്ര നമ്മൾ വിൻ ചെയ്യണമെന്നുള്ള ഒരു ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്ത ഒരു വിജയം അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. ആ ഒരു സമയത്ത് ആര്യനുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അനീഷിനെ പുറത്താക്കാൻ ചെയ്യുമ്പോഴൊന്നും അവിടെ വുമൺ കാർഡോ അല്ലെങ്കിൽ ദേഹത്തെ ടച്ച് ചെയ്യുന്നതിനോ ഒന്നും നൂറയ്ക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവരുടെയൊക്കെ ഈ നിലപാടുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ ഒരു ടാസ്കിൻ്റെ അവസാനം വരെ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് തീരുന്നിടം വരെ നമുക്ക് ഇവരുടെ ഈ നിലപാടുകൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ടേയിരിക്കാം. ഈ ഒരു ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു കുറച്ച് മനുഷ്യത്വം ആണെങ്കിലും കുറച്ച് ഗെയിം സ്പിരിറ്റിൽ പോയതും ഷാനവാസാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കറിയില്ല, ഇനി മുന്നോട്ടുള്ള ഗെയിമും കാര്യം അനുസരിച്ച് ആര് ഡിസർവിങ് ആയവർ വിൻ ചെയ്യട്ടെ. ലാലേട്ടൻ ഈ വീക്കെൻഡ് വരുമ്പോൾ നിവിന് നമ്മൾ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ടുള്ള ബിഗ് ബോസിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളായിട്ട് കണ്ട് അറിയാം. കുറച്ച് ദിവസം കൂടെ ഉള്ളു ഫിനാലയിലേക്ക്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്